ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, ഞാൻ ഇന്ന് ഫുൾ ബാസ്ക്കറ്റ് ആപ്പിളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ഗാർഡനിൽ ഞാൻ ഇപ്പോൾ പിക്ക് ചെയ്ത ആപ്പിളാണ്, ഫ്രഷായിട്ട് പിക്ക് ചെയ്തതാണ്. ഇനിയും കുറേ കൂടി ഉണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടി. ടെക്നിക്കലി ഞങ്ങളുടെ സമ്മറെല്ലാം തീർന്നു. നെക്സ്റ്റ് സീസൺ, അതായത് ഓട്ടം സീസണിലായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ആപ്പിളൊന്നും അധികം സർവൈവ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ പിക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമുക്ക് ആപ്പിൾ കൊണ്ട് ആപ്പിൾ ജാം ഉണ്ടാക്കാം, ആപ്പിൾ കേക്ക് ഉണ്ടാക്കാം, ആപ്പിൾ പൈ ഉണ്ടാക്കാം. അതുപോലെ ഞാൻ നമ്മുടെ നാട്ടിലെ ആപ്പിൾ പിക്കിളിടും. നമ്മുടെ നാട്ടിൽ മാങ്ങ നമ്മൾ ഇടുന്ന പോലെ തന്നെ ആപ്പിൾ സ്മോൾ പീസായിട്ട് അരിഞ്ഞ് ഞാൻ ആപ്പിൾ പിക്കിളിടും. എല്ലാ വർഷവും ഞാൻ ഇട്ട് വയ്ക്കാറുണ്ട് ഫ്രിഡ്ജിൽ. എനിക്ക് വെച്ച് 6 months ഞാൻ ലാസ്റ്റ് ചെയ്യും. ഇപ്രാവശ്യം കുറച്ച് പിക്കിളിടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ആപ്പിളും കൊണ്ട് ഞാൻ ഇതുവരെ ആപ്പിൾ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ ഡെലീഷ്യസും ഈസി ആയിട്ടുള്ള ഒരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് എ ആപ്പിൾ കേക്ക്. ഇന്നത്തെ ഈ ആപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ആപ്പിളാണ്. അതുപോലെ 1 ടീസ്പൂണ് സിന്നമൺ പൗഡറുണ്ട്. എൻ്റെ മെഷറിംഗ് കപ്പ്, ഈ മെഷറിംഗ് കപ്പിന് ഞാൻ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് ഓൾ പർപ്പസ് ഫ്ലോറാണ്. 150 ഗ്രാമിൻ്റെ ഒരു സ്റ്റിക്ക് ബട്ടർ മെൽറ്റ് ചെയ്തുണ്ട്. 3 eggs ഉണ്ട്. അതുപോലെ ഈ മെഷറിംഗ് കപ്പിന് ഞാൻ 1.5 കപ്പ് ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ ഷുഗറിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വാനില എസൻസ് വേണം. അതുപോലെ ബേക്കിംഗ് പൗഡർ വേണം. 1 ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ആപ്പിൾ കേക്ക്. ഈ ആപ്പിൾ കേക്കിന് വേണ്ടിയ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു ബോൾ എടുത്തിട്ട് ഒരു ഹാൻഡ് മിക്സറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ബോളിലോട്ട് ഞാൻ 3 eggs ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 1.5 കപ്പ് ഷുഗർ മെഷർ ചെയ്ത് വെച്ചിരുന്നു, അതും കൂടി ആഡ് ചെയ്യുന്നു.
ഒരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്ത് ഞാനത് മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്തിരിക്കുന്ന ബട്ടർ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടൊരു ബാറ്റർ. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വാനില എസൻസ് 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിക്കുന്നു. വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്യാം. നമുക്ക് നല്ല തിക്കായിട്ടൊരു കൺസിസ്റ്റൻസി വേണം. എന്നാലും ഞാനൊരു 1/4 കപ്പ് ഗ്ലാസ് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ലെമണിൻ്റെ സ്കിന്നൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടാം. ഇനി നമുക്ക് കുറേശ്ശെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ്ചർ കൂടെ ഇട്ട് ഒരു സ്പാച്ചില യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാം പതുക്കെ. കൺസിസ്റ്റൻസി ലൂസാക്കണമെങ്കിൽ കുറച്ച് മിൽക്കും കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന 3 ആപ്പിൾസ് നമുക്ക് സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിടുവാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ആപ്പിളിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞു. ഇനി ഞാനിതൊന്ന് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുകയാണ്. നമുക്കിനി ആപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ആപ്പിളെല്ലാം ഞാൻ ചോപ്പ് ചെയ്തു. നമുക്കൊരു പാത്രത്തിലൂടെ ഇടാം. ഒരു ലെമൺ ഹാഫ് പീസ് ഞാൻ സ്ക്വീസ് ചെയ്യുന്നുണ്ട് ലെമണിൻ്റെ. അതുപോലെ സിനമൺ പൗഡർ ഞാൻ 1 ടീസ്പൂൺ മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഈ ആപ്പിൾ പീസെല്ലാം ഞാൻ
ഈ കേക്ക് മിക്സിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സ്ലോലി ഇതിനു വേണ്ടി ഞാൻ കേക്ക് ഇടുന്ന ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു നിങ്ങൾക്ക് കാണാം, ഒരു ബട്ടർ പേപ്പർ ഇട്ട് ഞാൻ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മിക്സ്ചർ നമുക്ക് ഇതിനുള്ളിലേക്ക് ഒഴിക്കാം. ഇനി ഞാൻ ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസായിട്ട് ആപ്പിളും കൂടി ഒന്ന് ഈ ബാറ്ററിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നു. ഈ ആപ്പിൾ പീസസിൻ്റെ മുകളിൽ ഞാൻ ഒരു ടീസ്പൂൺ ബട്ടർ ഒഴിച്ചൊന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനിയും 45 to 50 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് വെരി ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. So don't forget to comment it, like it and share it. Thank you so much for watching and keep on watching. See you next time with a new video. Bye guys.